ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിലിട്ട കണ്ണിമാങ്ങ ഒന്ന് അച്ചാറിട്ടാലോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതാണ്ട് ഞാനിവിടെ കുറച്ച് കണ്ണിമാങ്ങയൊന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 ആഴ്ചയായി ഞാനിത് ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്കിനി ഈ കണ്ണിമാങ്ങ വെച്ചാണ് അച്ചാറിടുന്നത്. ആദ്യം നമുക്ക് ഈ കണ്ണിമാങ്ങയൊന്ന് അരിച്ചെടുക്കണേ. അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി നമുക്ക് എടുക്കാം. അതാണ് ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് ഇത് മുഴുവൻ ഒന്ന് അരിച്ചെടുക്കുവാണേ. ഞാൻ കണ്ണിമാങ്ങ എല്ലാം സെപ്പറേറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വെള്ളം കളയരുത്, നമുക്കിത് ആവശ്യമുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാമേ. ഇനി നമുക്ക് കുറച്ച് ഉലുവയൊന്ന് വറുത്തെടുക്കണേ. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഉലുവയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുകും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. കടുകും കൂടി ഒന്ന് നല്ലോണം വറുത്തതിന് ശേഷം അതുകൂടെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഒന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാമേ. രണ്ട് ഉലുവയും കടുകും വറുത്തതിന് ശേഷം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ചീനച്ചട്ടി അടുപ്പത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കാമേ. എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് മുളക് പൊടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാമേ. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ ഉള്ളതും കൂടെ നമുക്കിതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാമേ. അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കണ്ണിമാങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമേ. ഈ പൊടിയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കണ്ണിമാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ണിമാങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണേ. ഇത് നല്ലോണം ഞാൻ ആ മാങ്ങ അതിനകത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ഉപ്പുമാങ്ങയുടെ വെള്ളം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. അത് ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഇവിടെ ഇച്ചിരി വെള്ളം ലൂസായിട്ടുള്ളതാണ്, കണ്ണിമാങ്ങ അച്ചാറാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇത്ര വെള്ളം അതിൻ്റെ ഒഴിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ശകലം ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പം നമുക്കത് പറ്റി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. ഇതിനകത്ത് വെള്ളം എല്ലാം വച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കണം. കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചില ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകുമേ. അപ്പം ഇത്രയേ ഉള്ളൂ കണ്ണിമാങ്ങ അച്ചാർ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കണ്ണിമാങ്ങ അച്ചാറാണ്. ഈ കണ്ണിമാങ്ങ അച്ചാർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.